അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പം മിസ്സിന് അറിയാം എൻ്റെ എല്ലാ മക്കളും എന്തായിരിക്കും കറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓണപ്പരീക്ഷയുടെ ടെൻഷനിലായിരിക്കും, അതിൻ്റെ റിവിഷനിലൊക്കെ ആയിരിക്കും അല്ലേ. ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, മിസ്സിന് അറിയാം. പക്ഷേ മക്കളെ, എത്ര തന്നെ നമ്മൾ പഠിച്ചാലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മക്കൾ വന്ന് പറയുന്ന മിസ്സേ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചതാണ്, എല്ലാ ചാപ്റ്ററും ഞാൻ റിവൈസ് ചെയ്തതാണ്, എല്ലാം ഉറക്കൊഴിച്ചിരുന്ന് വരെ ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരുപാട് മക്കളെ മിസ് കണ്ടിട്ടുണ്ട്. മക്കളെ, എന്തായിരിക്കും ഇതിലെ പ്രശ്നം? എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കൂടാ? എന്താണ് കാരണം? ഇത്രയേ ഉള്ളൂ. എക്സാമിനേഷൻ ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് ടെൻഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ പറയും, ഇല്ല മിസ്സേ, എനിക്ക് ടെൻഷനൊന്നുമില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാത്തതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു പ്രിപ്പറേഷനും ഇല്ല, നിങ്ങൾ ഒന്ന് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറ്റി വിട്ടിട്ട് ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാനോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്താനോ നിങ്ങളെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ടെൻഷനിൽ നമുക്ക് ഒന്നും വരത്തില്ല അല്ലേ. അതേപോലെയാണ്, നിങ്ങളൊക്കെ പക്ക സെറ്റായിരിക്കും, എല്ലാം കൊണ്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ടെൻഷൻ കയറുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാത്ത പ്രശ്നം ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, എക്സാമിനേഷൻ ഹാളിൽ കയറുന്ന സമയത്ത് ആ ടെൻഷനെ പുറത്ത് നിർത്തിയിട്ട് വേണം കയറാൻ. ടെൻഷനെ പുറത്താക്കി നിർത്തുക. അത് അവിടെ നിന്നോ, ഞാൻ പോയിട്ട് എക്സാം എഴുതി വരാമെന്ന് പറഞ്ഞ് ടെൻഷനെ പുറത്ത് നിർത്തി വെച്ചിട്ട് വേണം എക്സാമിനേഷൻ ഹാളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് ചളി അടിക്കുന്നതാണ്. അല്ലടാ, നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ഹാളിൽ കയറുക, സീറ്റിലിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ചാടി തുള്ളി കയറി ഇതിലേതാ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ എന്നല്ല തപ്പേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും എനിക്കറിയാം അല്ലേ. നിങ്ങൾ പഠിച്ചതല്ലേ, ഞാൻ പഠിച്ചതിൽ നിന്ന് പുറമേ നിന്നൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടി തുടങ്ങുക. ഇനി വായിച്ച് തുടങ്ങുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ചാടിത്തുള്ളി ക്വസ്റ്റ്യൻ എഴുതാമെന്ന മൈൻഡിൽ പോവരുത്, ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ മലയാളം മിസ് കാണിച്ചു തരാം. സ്കൂൾ റിനോവേഷൻ അറിയാം, എന്താണ്? സ്കൂൾ റിനോവേറ്റ് ചെയ്യാൻ പോവാണ്. ജനകീയ സമിതി ഡിസൈഡഡ് ടു റിനോവേറ്റ് രാജൂസ് സ്കൂൾ. ഇതിലെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളതുണ്ടോ? രാജുവിൻ്റെ സ്കൂള് ജനകീയ സമിതി റിനോവേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, റിനോവേറ്റ് ചെയ്തോട്ടെ. മിസ് അത് വെട്ടി, കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം വായിക്കേണ്ടുള്ളൂ അത്. ആസ് എ പാർട്ട് ഓഫ് ദിസ്, രാജു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പേവ് ടൈൽസ് ഓൺ ദ വരാന്ത. ഇതിൻ്റെ ഭാഗമായിട്ട് രാജുവും ഫ്രണ്ട്സും വരാന്ത ടൈൽ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ദ സ്കെച്ച് ഓഫ് ദി വരാന്ത ഈസ് ഗിവൺ ബിലോ. വരാന്തയുടെ സ്കെച്ച് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, സ്കെച്ച് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി വരാന്ത? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ടെൻഷൻ അടിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടത്തുമില്ല. ഇത്രയും സാധനം നമുക്ക് വേണ്ടാത്തതാടാ, നമുക്ക് വേണ്ട. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് വരാന്ത? ഈ വരാന്തയുടെ ഏരിയ എന്താണ് ഏരിയ? നമുക്കറിയാം, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നീളം ഗുണിക്കണം വീതി, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ മലയാളം നോക്കിക്കോ. രാജുവിന്റെ സ്കൂൾ നവീകരിക്കാൻ തീരുമാനിച്ചു, ജനകീയ സമിതി തീരുമാനിച്ചു. രാജുവിന്റെ ക്ലാസിന്റെ വരാന്തയുടെ ടൈൽ ആക്കണമെന്ന് അവർ തീരുമാനിച്ചു. വരാന്തയുടെ സ്കെച്ച് താഴെ കൊടുത്തിരിക്കുന്നു. തയ്യാറാക്കിയത് ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള വരാന്തയുടെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് വരാന്ത? എന്താണ്? നീളം ഗുണിക്കണം വീതി. നീളം എത്രയാടാ? 4/1/2. വീതി എത്രയാണ്? 2. 4/1/2. 4 1/2 into 2. 4 1/2 into 2. ഈ 4 1/2 എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. അതിനെ നൈസായിട്ട് സൈഡ് കൊണ്ടുവച്ച്, നമ്മുടെ ഈ സിനിമയിലൊക്കെ സൈഡ് കൊണ്ടുവച്ച് രണ്ടെണ്ണം പൊട്ടിക്കല്ല, രണ്ടെണ്ണം അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാണാറില്ലേ അല്ലേ? അപ്പൊ അതേപോലെ ഈ 4 1/2 നൈസായിട്ട് മാറ്റി നിർത്തുക, രണ്ടെണ്ണം കൊടുക്കുക, അപ്പൊ അവൻ നന്നായിക്കോളും.
ഇതാ ഒരടി ഒരു കുത്ത്. 4 into 2 എത്രയാ? 8 + 1 9. 9/2. റെഡി അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 9/2 എന്ന് എഴുതാം ഇൻറ്റു 2. റെഡി? 2 എന്ന് പറഞ്ഞാൽ 2/1. ഈ 2 ക്യാൻസൽ ആവും. ആൻസർ എത്രയാണ്? 9. ആൻസർ എത്രയാണ്? 9. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ വരാന്ത? 9 മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ എഴുതാൻ മറന്നു പോരുത്. 9 മീറ്റർ സ്ക്വയർ. കിട്ടിയോ 2 മാർക്ക്? 2ഓ 1.5 എന്തായാലും ഉണ്ടാവും. 1 മാർക്കിന് മേലെ എന്തായാലും ഉണ്ടാവും. കിട്ടിയല്ലോ. അപ്പൊ നമുക്കൊരു സമാധാനം. ഹാവു, 1 മാർക്ക് കിട്ടി. ടെൻഷൻ അടിച്ചാൽ ഈ 1 മാർക്ക് എവിടെ കിടക്കും? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിടക്കും, നിങ്ങളുടെ പേപ്പറിലേക്ക് വീഴത്തില്ല. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബി. വരാന്ത ടൈൽ ചെയ്യുന്നത്. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്, വേറെ തന്നെ ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിക്കുക. വരാന്ത ടൈൽ ചെയ്യുന്നതിന് 1/2 മീറ്റർ നീളമുള്ള എത്ര സമചതുര ടൈൽസ് വേണ്ടി വരും? അതായത് ഈ വരാന്ത ടൈൽ ചെയ്യുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൈൽസ് ആണ് ഇടുന്നത്. ഈ ഒരു ടൈലിന് 1/2 മീറ്റർ നീളമുണ്ട്. നീളവും വീതി സ്ക്വയറാ. 1/2 മീറ്റർ നീളവും വീതിയുള്ള ഒരു ടൈലാണ് ഇവിടെ ഇടുന്നത്. അങ്ങനത്തെ എത്ര എണ്ണം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഈ റെക്റ്റാങ്കിള് ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്വയറുകൾ വെക്കാൻ പോവുക. ഈ റെക്റ്റാങ്കിളിന്റെ മൊത്തം ഏരിയ എത്രയാണ്? 9 ആണ്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ, അല്ലേ? ഈ കുഞ്ഞു സ്ക്വയറിന് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ എത്ര കുഞ്ഞു സ്ക്വയറുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഏരിയ, വലിയ ചതുരത്തിന്റെ ഏരിയ. നമ്മൾ ഇനി എന്താ കാണേണ്ടത്? കുഞ്ഞു ടൈലിന്റെ ഏരിയ. നമ്മുടെ കുഞ്ഞു ടൈലിന്റെ ഏരിയ കാണണം. ഇതാ നമ്മുടെ കുഞ്ഞു ടൈൽ, ഇതാ ഇതേപോലെയാണ് കുഞ്ഞു ടൈൽ ഇരിക്കുന്നത്. ഇതിന്റെ നീളവും വീതിയും 1/2. അപ്പൊ എന്തായിരിക്കും ഏരിയ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതി. ഗുണിക്കുക എങ്ങനെയാ? 1 into 1 by 2 into 2. അതായത് 1/4 മീറ്റർ സ്ക്വയർ. അത് ഒരു കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ ആണ്. കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ ആണ്. അങ്ങനത്തെ എത്ര എണ്ണം വേണം അല്ലേ? അപ്പൊ എന്ത് പറയും? സ്ക്വയറുകളുടെ എണ്ണം, ടൈലുകളുടെ എണ്ണം. ടൈലുകളുടെ എണ്ണം എങ്ങനെയാ കാണുക? എങ്ങനെയാ? 9 ഹരിക്കണം 1/4. 9 ഹരിക്കണം 1/4. ഇതാ 9 ഹരിക്കണം 1/4. എന്താ ചെയ്യേണ്ടത്? 9 ഇൻറ്റു, ഹരിക്കില്ല, നമ്മൾ ഹരിക്കത്തില്ല, 4/1 റെസിപ്രോക്കൽ. എത്ര വന്നു? 36. അപ്പൊ ആൻസർ എന്താണ്? 36 ടൈലുകൾ. 36 ടൈലുകൾ. സംഭവം എളുപ്പമായില്ലേ? അപ്പൊ ഈ രണ്ടാമത് ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ വായിച്ചാൽ മതി. ഇവിടെ നോക്കുക. ഹൗ മെനി സ്ക്വയർ ടൈൽസ്? എത്ര സ്ക്വയർ ടൈൽസ് വേണം? സൈഡ് 1/2 മീറ്റർ. 1/2 മീറ്റർ ഉള്ള എത്ര സ്ക്വയർ ടൈൽസ് വേണം ഈ വരാന്ത പേവ് ചെയ്യാൻ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, വരാന്തയും ഈ സ്ക്വയർ ടൈൽസും തമ്മിൽ എന്താ ബന്ധം എന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതാ ഈ എ പാർട്ടാ. ഇവിടെ നമ്മൾ ഏരിയ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ മൊത്തം ഏരിയ അറിയാം. സ്ക്വയർ ടൈലിന്റെ എണ്ണം ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തം ഏരിയയിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ ഡിവൈഡ് ചെയ്താൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് അത് കത്തും, പേടിക്കണ്ട. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് പാർട്ട് ഓഫ് ദ വരാന്ത ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ടൈൽ? ഇവിടെ ഒരു സാധനം കണ്ടോ നിങ്ങൾ? പാർട്ട്. പാർട്ടും ടൈംസും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് പാർട്ട്, എന്താണ് ടൈംസ് എന്ന്. അപ്പൊ എന്താ വേണ്ടത്? നമ്മളുടെ 2 ഏരിയകളാണല്ലേ. ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്, ഒരു വലിയ ഏരിയ ഉണ്ട്. കുഞ്ഞ് ഏരിയ എത്രയാണ്? കുഞ്ഞ് ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചു. കുഞ്ഞ് ഏരിയ 1/4 ആണ്. ഇവിടെ 1/4. വലിയ ഏരിയ എത്രയാണ്? 9. പാർട്ട് എന്നാ ചോദിച്ചത്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? അല്ലെ, ഇത് പാർട്ടും ഇത് ടൈംസും ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി മലയാളത്തിൽ എന്താ നോക്കിയേ? വരാന്തയുടെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് അല്ലേ? അതായത് ഇവിടെ ഭാഗം, ഇത് മടങ്ങ്. ഇതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചിരുന്നേ? സിമ്പിൾ ആണ്. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 divided by 1/4. അപ്പൊ എന്ത് വരും? 9 into 4/1, അതായത് 36. 1/4നെ 36 കൊണ്ട് ഗുണിക്കുമ്പോൾ 9ഉം 9നെ
1/36 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/4 വരും. നമ്മൾ പഠിച്ചതാണ്. ഇത് പാർട്ട്, ഇത് ടൈംസ്, ഇത് പാർട്ട്. ഈ നമ്പർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36. ഇവിടെ ഇൻറ്റു 36, ഇവിടെ ഇൻറ്റു 1/36. കഴിഞ്ഞു, ആൻസറായി. ഇതിനായിരിക്കും നിങ്ങൾ എത്രയും ടെൻഷൻ അടിക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക. ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളുടെ ആൻസറിന്റെ ക്ലൂ കിടപ്പുണ്ടാവും. ഇവിടെ നോക്കിയതാ, ഈ പാർട്ട് എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടപ്പുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ആ പാർട്ട് എന്ന് പറയുന്ന സാധനം അവിടെ കാണില്ല. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവില്ല. റെഡി? അപ്പൊ ഇനി ഈ മിസ്റ്റേക്കുകളൊന്നും വരുത്തത്തില്ലല്ലോ. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. കണ്ടോ, ഇത്ര ഭാഗമാണ് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പോയിട്ട് എല്ലാം റിവൈസ് ചെയ്ത് വെക്കുക. ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതാണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.